വളരെ റിയലിസ്റ്റിക്കായിട്ട് ചെയ്യുകയും ഒരു കുട്ടിത്തം നഷ്ടപ്പെടാത്തൊരു നടനാണ് ദിലീപ്. അപ്പോൾ ദിലീപിനെ നായകനാക്കിയ ഒരു ക്യാരക്ടർ എനിക്ക് പെട്ടെന്ന് കിട്ടി. കാര്യം ഈ ജീവിതത്തിനെ പറ്റി ഒരു ഗൗരവം ഇല്ലാത്ത നടക്കുന്ന നമ്മുടെയൊക്കെ വീടുകളിലെ ഒരു ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടൊരു കഥയിലേക്ക് പതുക്കെ കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ തിരക്കഥയൊക്കെ നോട്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ അസിസ്റ്റൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് ശ്രീബാലയും ഉണ്ണി പട്ടാഴിനെയൊക്കെ വിളിച്ചെടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ കഥയുടെ ഒരു രചന ആരംഭിച്ചു. അപ്പോൾ ആ വിനോദയാത്ര എന്നുള്ള സിനിമയിൽ പിന്നീട് വളരെ ക്ലിക്കായ ഒരു ഡയലോഗാണ്, 1 കിലോ അരിക്ക് എന്താ വില, ഒരു 100 ഗ്രാം വെളിച്ചയ്ക്ക് എന്താണ് വില, അപ്പോൾ ഒരു യൂണിറ്റ് കറണ്ടിന് നമ്മൾ എന്താണ് കൊടുക്കുന്നത്. ഇത് പലർക്കും അറിയാതെ കറണ്ടിന് ചാർജ് കൂടി എന്ന് നമ്മൾ പറയും. ഒരു യൂണിറ്റ് കറണ്ട് എത്രയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ഇന്നും അറിയാത്ത ആളുകളാണ് കൂടുതൽ, നമ്മളടക്കം പല ആളുകളും. അപ്പോൾ അതൊക്കെ ഈ വിനോദം എന്നുള്ള ക്യാരക്ടറിലൂടെ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിച്ചു. അതാണ് ആ സിനിമ ഇത്തരം ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം. ആ സിനിമയ്ക്ക് മികച്ച തിരക്കഥാകൃത്തിനുള്ള സ്റ്റേറ്റ് അവാർഡും എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അതൊരു ഭാഗ്യമാണ്. ആ സിനിമയിലൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് ബാലനുണ്ട്, ഗണപതി എന്ന് പറഞ്ഞാൽ ഒരു പയ്യനാണ് അഭിനയിച്ചത്. അവൻ ആ പയ്യൻ കാണുന്ന ഒരു ഡ്രീമാണ് അതിൽ ഒരു റൊമാൻറ്റിക് സോങ്. കാര്യം ഒരു പാട്ട് എന്തായാലും ഇളയരാജയൊക്കെ ഉണ്ടാകുമ്പോൾ രസമുള്ള സോങ് ഉണ്ടാവണം. പിന്നെ ദിലീപിനെ പോലെ മീര ജാസ്മിനെ പോലുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ രസകരമായ ഒരു പാട്ട് വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവൻ്റെ ഒരു സങ്കല്പത്തിലാണ്, ഇവൻ ഇന്നസെൻറ്റിനോട് നരേറ്റ് ചെയ്യുന്നൊരു സ്റ്റോറിയിലൂടെയാണ് മന്ദാരപ്പൂ എന്നുള്ള പാട്ട് കാണുന്നത്. ഈ ഗാനം ഞാൻ ആലപിച്ചത് ശരിക്കും പറഞ്ഞാൽ കൺസോളിൽ നിന്നുകൊണ്ടാണ്. നമ്മൾ സാധാരണ റെക്കോർഡ് ചെയ്യുന്നത് വോയിസ് ബൂത്തിൽ കയറി നിന്നിട്ടാണ്. ഇത് കൺസോൾ റൂമിൽ തന്നെ, അത് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഉള്ള സ്ഥലത്ത് തന്നെ രാജസാറിൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് ഞാനും ശ്വേതയും ഈ ഗാനം ആലപിച്ചത്. സത്യൻ ചേട്ടനും എൻ്റെ പ്രൊഡ്യൂസറെല്ലാം അവിടെ അടുത്തടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ഹെഡ്ഫോൺ വെച്ചിട്ടാണ് ഈ ഗാനം റെക്കോർഡ് ചെയ്തത്. രാജസാറും ഹെഡ്ഫോൺ, ഞങ്ങൾ ഹെഡ്ഫോൺ വെച്ചിട്ട് കൺസോൾ റൂമിലിരുന്നു. കുരുന്നിനും കിളുന്നിനും മധുരം നീയേ, ഇണക്കിളി പറന്നു നീ വരണേ, നിനച്ചതും കൊതിച്ചതും പതിവാ